ക്ലാസ്സിലെ ആനുവൽ എക്സാം മാത്സിലെ 2024-25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം, ജ്വാല ക്ലബ് കണ്ടക്റ്റഡ് സ്പീച്ച് കോമ്പറ്റീഷൻ ആസ് പാർട്ട് ഓഫ് ന്യൂ ഇയർ സെലിബ്രേഷൻ. ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായി ജ്വാല ക്ലബ്ബ് ഒരു സ്പീച്ച് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു. 4 ചിൽഡ്രൻ വെയർ ഡിക്ലെയർഡ് വിന്നർ അണ്ടർ വേരിയസ് കാറ്റഗറി. 4 കുട്ടികളെയാണ് അവർ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത്. വിന്നേഴ്സ് വിൽ ബി ഗിവൺ 500 rupees each as ഗിഫ്റ്റ്. 4 കുട്ടികൾക്കും 500 രൂപ വീതമാണ് കൊടുക്കുന്നത്. ദ കറൻസി നോട്ട് വിച്ച് ആർ ടു ബി പ്ലേസ്ഡ് ഇൻ ദ ഗിഫ്റ്റ് കവർ ആർ ഇൻ ദി ടേബിൾ. കംപ്ലീറ്റ് ദി ടേബിൾ. ഒന്നാമത്തെ കവർ, ഫസ്റ്റ് കവറിലെ 100 rupees നോട്ട് ഓൺലി, 100 നോട്ട് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. നമ്പർ ഓഫ് നോട്ട്സ് എത്രയായിരിക്കും? 5 × 100 = 500. രണ്ടാമത്തെ കവറിൽ 10 rupees നോട്ട് ഓൺലി, 10 നോട്ട് മാത്രമാണ് വെച്ചിരിക്കുന്നത്. 15 × 10 = 500. തേർഡ് കവർ 2 ടൈപ്പ് നോട്ടാണ് വെച്ചിരിക്കുന്നത്. 100 rupees നോട്ട്സ് എത്ര എണ്ണമാണ്? 4 എണ്ണം അല്ലേ? 4 100 rupees നോട്ട്സ്. അപ്പോൾ 400 രൂപ, 400. 4 × 100 400. 15 rupees നോട്ട്സ്, 50ൻ്റെ 2 നോട്ട് അല്ലേ? 2 × 15 100. ടോട്ടൽ എത്രയാണ് വരിക? 500. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫോർത്ത് കവറിൽ 3 ടൈപ്പ് ഓഫ് നോട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നോട്ട്സുകളുടെ പേര് എഴുതാം. ഓക്കെ, 10ൻ്റെ നോട്ട്സ് ആവാം, 20 50. ഓക്കെ, 10 20 50. 10ൻ്റെ 10 നോട്ട്സ്. ഓക്കെ, അപ്പോൾ എത്ര വരും? ടോട്ടൽ 10 × 10 100. 20യുടെ 10 നോട്ട്സ്, 20 × 10 എത്രയാണ് വരിക? 200. ഓക്കെ, ഇനി 50യുടെ 4 നോട്ട്സ്, 5 × 4 200. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക? 500. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2 ക്രിക്കറ്റ് മാച്ച്. ഒരു ഫോറസ്റ്റിൽ നടക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ക്രിക്കറ്റ് മാച്ച് ഇസ് ഗോയിങ് ഓൺ ഇൻ ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്. ദ മാച്ച് ബിറ്റ്വീൻ പാന്തേഴ്സ് ക്ലബ് ആൻഡ് ടസ്കേഴ്സ് ക്ലബ്. 2 ക്ലബ്ബുകൾ തമ്മിലാണ് മാച്ച് നടക്കുന്നത്. ടസ്കേഴ്സ് ക്ലബ് സ്റ്റാർട്ടഡ് ബാറ്റിംഗ് ഫസ്റ്റ്. ടസ്കേഴ്സ് ക്ലബ്ബാണ് ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ സ്കോർ. അപ്പോൾ ടസ്കേഴ്സ് ക്ലബിൻ്റെ സ്കോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? ജാങ്കോ ദ എലിഫൻറ്റ് 125 റൺസ്, മട്ടൻ ദ ലയൺ 109 റൺസ്, സ്പീഡി ദ ഹോഴ്സ് 75 റൺസ്. ഓക്കെ, അപ്പോൾ ടസ്കേഴ്സ് ക്ലബിൻ്റെ സ്കോറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടിയിലായി പാന്തേഴ്സ് ക്ലബിൻ്റെ സ്കോറും കൊടുത്തിട്ടുണ്ട്. എന്താണ്? ടൈഗർ ദ ജംബൻ, നൗ ജംബൻ ദ ടൈഗർ ഈസ് ബാറ്റിംഗ് വിത്ത് 120 റൺസ്. അപ്പോൾ ടൈഗർ എത്ര റൺസാണ് എടുത്തിരിക്കുന്നത്? 120 റൺസ്. എല്ലാം വിത്ത് ഹിം ട്രിക്കി ഫോക്സ്. ഫോക്സ് എത്രയാണ് എടുത്തിരിക്കുന്നത്? 92 റൺസ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഹൗ മെനി റൺസ് ഡിഡ് ടസ്കേഴ്സ് ക്ലബ് സ്കോർ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടസ്കേഴ്സ് ക്ലബിൻ്റെ സ്കോറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവ 3 തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ എത്രയാണ് ലഭിക്കുക? 309 ആണ് ലഭിക്കുക. 309. 9 + 5 14. 14 + 5 19. Carry 1. 2 + 1 3. 3 + 7 10. Carry 1. 1 + 1 2. 2 + 1 3. Okay, 309. Next question, how many runs do Panthers Club have now? പാന്തേഴ്സ് ക്ലബിന് എത്രയാണ് ടോട്ടൽ വരിക? 120 റൺസ് എടുത്തിട്ടുണ്ട് ടൈഗർ അല്ലേ? ടൈഗർ 120 റൺസ്. ഫോക്സ് എത്രയാണ്? 92 റൺസ്. ടോട്ടൽ എത്രയാണ് വരിക? ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ലഭിക്കുക? 0 + 2 2. 9 + 2 11. Carry 1. 1 + 1 2. 212 അല്ലേ? 212 ആണ് ലഭിക്കുക. ഹൗ മെനി മോർ റൺസ് ആർ നീഡഡ് ഫോർ പാന്തേഴ്സ് ക്ലബ് ടു വിൻ ദ മാച്ച്? എത്ര റൺസ് വേണം നമുക്ക് മാച്ച് വിൻ ആവണമെങ്കിൽ? അപ്പോൾ ടസ്കേഴ്സ് ക്ലബിന് നമുക്ക് ലഭിക്കുന്നത് 309 അല്ലേ? മൈനസ് പാന്തേഴ്സ് ക്ലബിന് ലഭിച്ചിരിക്കുന്ന സ്കോർ എത്രയാണ്?
212 ഇസ് ഈക്വൽ ടു എത്രയാണ് ലഭിക്കുക നമുക്ക് 97 ആണ് നമുക്ക് ലഭിക്കുന്ന ഉത്തരം. ഓക്കെ, അപ്പോൾ ടസ്കേഴ്സ് ക്ലബിന് ലഭിച്ചിരുന്ന സ്കോർ 309, പാന്തേഴ്സ് ക്ലബ്ബ് 212. ഇനി പാന്തേഴ്സ് ക്ലബ്ബ് ജയിക്കണമെന്നുണ്ടെങ്കിൽ എത്ര സ്കോർ കൂടി വേണം? 97 സ്കോർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പാന്തേഴ്സ് ക്ലബ്ബ് മാച്ച് വിന്നാവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. റൈറ്റ് ദ മെഷേഴ്സ്. വേരിയസ് മെഷറിംഗ് യൂട്ടൻസിൽസ് ആൻഡ് വെയിങ് സ്കെയിൽ ആർ ഗിവൺ ഇൻ ദി പിക്ചർ. കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റിംഗ് ദ മെഷർമെൻറ്റ് ആൻഡ് ദെയർ യൂണിറ്റ്സ്. ഇവിടെ ഒരു ഫസ്റ്റ് ഡ്രോപ്പറാണ് കൊടുത്തിരിക്കുന്നത്. എത്ര മില്ലിയുടെ ഡ്രോപ്പറാണ്? 5 മില്ലിയുടെ ഡ്രോപ്പറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? 2 ടൈംസ് 2 പ്രാവശ്യം കൊടുത്തു. അപ്പോൾ 5 × 10, 5 × 2 10 milliliter ആണ് ലഭിക്കുക. ഓക്കെ, അടുത്തതായി ബോക്സ് കൊടുത്തിരിക്കുന്നത് 200 മില്ലിയുടെ ഒരു ഫണലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 4 ടൈംസ് അല്ലേ? 4 ടൈംസ് 200, 200 മില്ലി. 200 × 4 എത്രയാണ് വരിക? 200 × 4 എത്രയാണ്? 800 മില്ലി. ഓക്കെ, 800 മില്ലി. ഇനി 1 ലിറ്ററിൻ്റെ ഒരു ജാറാണ് കൊടുത്തിരിക്കുന്നത്. 3 ടൈംസ്. അപ്പോൾ 1 × 3 എത്രയാണ്? 3 ലിറ്റർ. ഓക്കെ, 3 ലിറ്റർ. യൂണിറ്റ്സ് മാറരുത്. ഓക്കെ, യൂണിറ്റ്സ് തെറ്റിക്കരുത്. അടുത്തത് എത്രയാണ്? 500 ഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. 500ൻ്റെ ഗ്രാം 4 ടൈംസ്. 500 × 4 = എത്രയാണ് വരിക? 2000 ഗ്രാം അല്ലേ? 2000 ഗ്രാം. എത്ര ഗ്രാമാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്? 1000 ഗ്രാമാണ്, അല്ലെങ്കിൽ 1000 ഗ്രാമാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ 2000 ഗ്രാമാണ്. അപ്പോൾ എത്ര കിലോഗ്രാം വേണം? 2 കിലോഗ്രാം എന്നാണ് ഉത്തരം വരിക. ഓക്കെ, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. The height and weight of Laju in the 3rd standard is given. Write the correct unit. യൂണിറ്റ് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് 128. ഹൈറ്റ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുക ഏത് യൂണിറ്റിലാണ്? സെൻറ്റിമീറ്റർ അല്ലേ? സെൻറ്റിമീറ്റർ. വെയിറ്റ് എത്രയാണ്? 35 കിലോഗ്രാം അല്ലേ? കിലോഗ്രാം 35 കിലോഗ്രാം. ദിസ് ഈസ് ദ കറക്റ്റ് യൂണിറ്റ്. സെൻറ്റിമീറ്റർ ആൻഡ് കിലോഗ്രാം. ഒരു വെജിറ്റബിൾ ഗാർഡൻ ആണ് ആക്ടിവിറ്റി 4. ദ പിക്ചർ ഷോസ് ദ വെജിറ്റബിൾസ് മിലാൻ ഗോട്ട് ഫ്രം ഹിസ് സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ ടുഡേ. കംപ്ലീറ്റ് ദി ടേബിൾ റൈറ്റിംഗ് ദ നമ്പർ ഓഫ് ഈച്ച് വെജിറ്റബിൾ. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് പംകിൻ, അതുപോലെ തന്നെ ടൊമാറ്റോ, ലേഡീസ് ഫിംഗർ, പൊട്ടാറ്റോ, ഓണിയൻ. ഓക്കെ, ഇനി നമുക്ക് എത്ര എണ്ണം നമ്പർ ആദ്യമാണ് എഴുതേണ്ടത്. പംകിൻ എത്ര എണ്ണമുണ്ട്? പംകിൻ നമുക്ക് എണ്ണാം. 1 2 3 4 5 6 7. ഓക്കെ, 7 പംകിൻ ആണ് ഉള്ളത്. ഓക്കെ, 7 പംകിൻ. നെക്സ്റ്റ് വൺ ടൊമാറ്റോ. ടൊമാറ്റോ എത്ര എണ്ണമാണ് ഉള്ളത്? ഓക്കെ, ടൊമാറ്റോ എത്ര എണ്ണമാണ്? 1 2 3 4 1 2 3 4 5 6 7 8 ടൊമാറ്റോ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ എത്ര എണ്ണമാണ്? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ലേഡീസ് ഫിംഗർ 10. ഇനി നെക്സ്റ്റ് വൺ ഏതാണ് കൊടുത്തിരിക്കുന്നത്? പൊട്ടാറ്റോ. പൊട്ടാറ്റോ എത്ര എണ്ണമാണ് ഉള്ളത്? പൊട്ടാറ്റോ 1 1 2 3 4 5 6. പൊട്ടാറ്റോ 6. ലാസ്റ്റ് ഓണിയൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓണിയൻ 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എത്രയാണ് സ്കോറുകൾ എന്ന് നോക്കാം. പൊട്ടാറ്റോ ആദ്യം പംകിൻ 7. ഓക്കെ, ടൊമാറ്റോ എത്രയാണ്? 8. ടൊമാറ്റോ 8. ലേഡീസ് ഫിംഗർ 10. നെക്സ്റ്റ് വൺ ഏതാണ്? പൊട്ടാറ്റോ 6 ആൻഡ് ദെൻ ഓണിയൻ 7. അപ്പോൾ
ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ വെജിറ്റബിൾസ് ഗിവൺ വിച്ച് ആർ ദ സെയിം ഇൻ നമ്പർ. ഏതിനാണ് സെയിം നമ്പറായി നമുക്ക് ലഭിച്ചത്? ഓക്കെ, നമുക്ക് ലഭിച്ചിരിക്കുന്നത് 7 pumpkin and 7 onion. 7 pumpkin and 7 onion. Okay. Next question, write a question based on the table. Okay. ആ ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഹൗ മെനി ലേഡീസ് ഫിംഗർ seen in the vegetable garden. Okay. How many ladies finger seen in the vegetable garden? Answer എന്താണ് വരിക? എത്രയാണ് ലേഡീസ് ഫിംഗർ? 10. Okay. Activity 5, card game. Ajay and Milan are playing cards. They took 24 cards from the box and divided them equally and started to play. ഇപ്പോൾ 2 കുട്ടികളുണ്ട്. അവരുടെ പേരുകൾ എന്താണ്? അജയ് ആൻഡ് മിലാൻ. അവർ കാർഡുകൾ വെച്ചിട്ടാണ് കളിക്കുന്നത്. അതിൽ 24 കാർഡുകൾ അവർ എടുത്തിട്ടുണ്ട്. അവർ അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി കാർഡ്സ് വിൽ ബി ഈച്ച് വൺ ഹാവ്. ഓരോ കുട്ടിയുടെ കയ്യിലും എത്ര കാർഡ് വീതം ഉണ്ടായിരിക്കും? അതായത് 24 കാർഡുകൾ അവർ ടോട്ടലായിട്ട് എടുത്തിട്ടുണ്ട്. 2 പേർക്കായിട്ട് അവർ ഭാഗിച്ചു, അല്ലേ? ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എത്രയാണ് നമുക്ക് ലഭിക്കുക? 24 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് വരിക? 12. ഓക്കെ. അപ്പോൾ ഓരോ കുട്ടിയുടെ കയ്യിലും, അതായത് അജയുടെ കയ്യിലും 12, അതുപോലെ തന്നെ എന്താണ് മിലാൻ്റെ കയ്യിലും 12 കാർഡുകളാണ് ഉണ്ടായിരിക്കുക. ബി, ആഫ്റ്റർ ദ ഫസ്റ്റ് ഗെയിം 2 more friends joined them. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളായി? അജയ് മിലാൻ്റെ കൂടെ 2 കുട്ടികൾ കൂടി ജോയിൻ ചെയ്തു. അപ്പോൾ ടോട്ടൽ 4 കുട്ടികളായി. ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം. വീണ്ടും പുതിയൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ദേ ഡിവൈഡ് ദ കാർഡ് അഗെയിൻ. അതായത് 24നെ വീണ്ടും 4 ഭാഗമായി ഡിവൈഡ് ചെയ്തു. നൗ ഹൗ മെനി കാർഡ്സ് ഡസ് ഈച്ച് വൺ ഹാവ്. അപ്പോൾ എന്താണ് ഉത്തരം വരിക? ഓരോ കുട്ടിയുടെ കയ്യിലും എത്ര കാർഡ് വീതം ഉണ്ടായിരിക്കും? 24 കാർഡാണ് ആകെയുള്ളത്. ടോട്ടൽ 4 കുട്ടികളാണ് ഉള്ളത്, അല്ലേ? 24 ഹരിക്കണം 4, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 4. 24 ഡിവൈഡഡ് ബൈ 4 എത്രയാണ് വരിക? 6 കാർഡ്, അല്ലേ? ഓരോ കുട്ടിയുടെ കയ്യിലും 6 കാർഡ് വീതമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ. 24 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 6. 4 ഇൻറ്റു 6 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 24. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി, ആഫ്റ്റർ സം ടൈം 4 more friends came. അപ്പോൾ ടോട്ടൽ 8 സ്റ്റുഡൻസായി, 8 കുട്ടികളായി. ഓക്കെ. 4 more friends came. They took 24 cards from the box. അപ്പോൾ ആദ്യമേ തന്നെ 24 കാർഡ് ഉണ്ടായിരുന്നു. കൂടാതെ 24 കാർഡ് കൂടി എടുത്തു. അപ്പോൾ എത്രയായി? 24 + 24 എത്രയാണ്? 48, അല്ലേ? 48 കാർഡാണ് ടോട്ടൽ വരിക. ആൻഡ് മിക്സ്ഡ് ദം വിത്ത് ദ കാർഡ്സ് ദേ ആർ ഓൾറെഡി പ്ലേയിങ്. ദെൻ ദേ ഡിവൈഡഡ് ദ കാർഡ്സ് ഈക്വലി ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം. നൗ ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 48 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു എത്രയാണ് വരിക? ഈ സംഖ്യകളിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 48 ലഭിക്കുക? 6 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 48. 6 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 48. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ്. ഓരോ കുട്ടിയുടെ കയ്യിലും എത്ര കാർഡ് വീതമുണ്ട്? ആദ്യം 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 24 കാർഡാണ് ഉണ്ടായിരുന്നത് കയ്യിൽ. അപ്പോൾ 24 24 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 12. ഓരോ കുട്ടിയുടെ കയ്യിലും 12 കാർഡ് വീതമാണ് ഉള്ളത്. ബി, വീണ്ടും 2 കുട്ടികൾ കൂടി ചേർന്നു. അപ്പോൾ ടോട്ടൽ 4 കുട്ടികളായി. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 6. ഓക്കെ. 6 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 24. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ സം ടൈം 4 more ഫ്രണ്ട്സ്. അപ്പോൾ 4 കുട്ടികളുണ്ടായിരുന്നു, കൂടാതെ 4 കുട്ടികൾ കൂടി ചേർന്നു. അപ്പോൾ 8 അല്ലേ, 8 കുട്ടികളായി. ദേ ടുക്ക് 24 cards ഫ്രം ദ ബോക്സ് ആൻഡ് മിക്സ്ഡ് ദം വിത്ത് ദ കാർഡ്സ് ദേ വെയർ ഓൾറെഡി പ്ലേയിങ്. അപ്പോൾ 48 കാർഡായി. ഓൾറെഡി 24 കാർഡ് ഉണ്ടായിരുന്നു, അതിന് കൂടെ 24 കാർഡ് കൂട്ടി. അപ്പോൾ 24 + 24 = 48. Then they divided the cards equally to start new game. അപ്പോൾ 48 / 8 = എത്രയാണ് വരിക? 6. 6 × 8 = 48. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? വാട്ട് ഈസ് ദ ടൈം? കംപ്ലീറ്റ് റൈറ്റിംഗ് ദ ടൈം ആൻഡ് ഡ്രോ ദ ഹാൻഡ്സ് ഓഫ് ദി ക്ലോക്ക്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? എന്താണ് ഉത്തരം വരിക? 2 o'clock അല്ലേ, 2 o'clock. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് വരിക? 2:15 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽസ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ 2 ചെറിയ സൂചി 2ലേക്കും 15 ആണ് അല്ലേ, 15 എന്ന് പറഞ്ഞാൽ വലിയ സൂചി 3ലേക്കും വരയ്ക്കുക. 2:15. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 145. ചെറിയ സൂചി സ്മോളസ്റ്റ് ഹാൻഡ് വന്നത് 1ലേക്കും 45 9ലേക്കാണ് വലിയ സൂചി വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താൻവി ബോർഡ് എ ട്രെയിൻ ഫ്രം വർക്കല ടു ചെങ്ങന്നൂർ ടു വിസിറ്റ് ഹെർ അങ്കിൾ ഹൗസ്. അപ്പോൾ താൻവി വർക്കലയിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് അങ്കിളിനെ കാണുവാൻ പോവുകയാണ്. ഓക്കെ, ദ ട്രെയിൻ സ്റ്റാർട്ടഡ് അറ്റ് 3:30 ആൻഡ് റീച്ച്ഡ് കൊല്ലം ആഫ്റ്റർ 1 hour. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയം എന്ന് പറയുന്നത് 3:30 3:30 ആണ്. ആൻഡ് റീച്ച്ഡ് കൊല്ലം ആഫ്റ്റർ ഹാഫ് ആൻ അവർ, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കൊല്ലത്തേക്ക് എത്തിച്ചേർന്നത്. ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ അനദർ 1 hour, വീണ്ടും 1 മണിക്കൂർ സഞ്ചരിച്ചതിന് ശേഷം ദ ട്രെയിൻ റീച്ച്ഡ് ചെങ്ങന്നൂർ. ഓക്കെ, അപ്പോൾ താൻവി വർക്കലയിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് പോവുകയാണ്. ആരെ കാണുവാനായിട്ട്? അങ്കിളിനെ കാണുവാനായിട്ട്. അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത സമയം എന്ന് പറയുന്നത് 3:30. കൊല്ലത്തിലേക്ക് എത്തിയത് എപ്പോഴാണ്? ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കൊല്ലത്തിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, അപ്പോൾ 3:30 3:30 സ്റ്റാർട്ട് ചെയ്തു. അരമണിക്കൂർ ഹാഫ് ആൻ അവർ ആഫ്റ്റർ ഹാഫ് അവർ, അതായത് 4 o'clock എവിടെ എത്തിച്ചേർന്നു? കൊല്ലത്തിലേക്ക് എത്തിച്ചേർന്നു. കൊല്ലം 4 o'clock കൊല്ലത്തേക്ക് എത്തി. ആൻഡ് ആഫ്റ്റർ ട്രാവലിംഗ് ഫ്രം അനദർ 1 hour, അപ്പോൾ 5 o'clock ദ ട്രെയിൻ റീച്ച്ഡ് ചെങ്ങന്നൂർ. 5 മണിക്കാണ് എവിടേക്ക് എത്തിച്ചേർന്നത്? ചെങ്ങന്നൂരിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അറൈവൽ ടൈം ഓഫ് ട്രെയിൻ അറ്റ് കൊല്ലം? ഓക്കെ, വാട്ട് ഈസ് ദ അറൈവൽ ടൈം ഓഫ് ട്രെയിൻ അറ്റ് കൊല്ലം? കൊല്ലത്തിൽ അറൈവൽ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് വരിക? എത്രയാണ് വരിക? 4 o'clock അല്ലേ, 4 o'clock. ഓക്കെ, നെക്സ്റ്റ് വൺ, വെൻ ഡിഡ് ട്രെയിൻ റീച്ച് ചെങ്ങന്നൂർ? എപ്പോഴാണ് വരിക? 5 o'clock. ഓക്കെ, 5 o'clock ചെങ്ങന്നൂരിലേക്ക് എത്തിച്ചേരുക. മനസ്സിലായോ? അതായത് വാട്ട് ഈസ് ദ അറൈവൽ ടൈം ഓഫ് ദി ട്രെയിൻ അറ്റ് കൊല്ലം? അതായത് നമ്മൾ പറഞ്ഞു വർക്കലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയമാണ് എത്രയേ? 3:30 ആൻഡ് റീച്ച്ഡ് കൊല്ലം ആഫ്റ്റർ ഹാഫ് ആൻ അവർ, അതായത് കൊല്ലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏകദേശം 4 മണിയായിട്ടുണ്ട്. കൊല്ലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ 4 മണി. അപ്പോൾ അറൈവൽ ടൈം എത്രയായിരിക്കും? അറൈവൽ ടൈം ഓഫ് ട്രെയിൻ അറ്റ് കൊല്ലം 4 o'clock അല്ലേ. ആൻഡ് വെൻ ഡിഡ് ട്രെയിൻ റീച്ച് ചെങ്ങന്നൂർ? ഓക്കെ, ആഫ്റ്റർ ട്രാവലിംഗ് ഫ്രം അനദർ 1 hour, വീണ്ടും 1 മണിക്കൂർ സഞ്ചരിച്ച ശേഷമാണ് ഇവിടെ എത്തിയത്? ചെങ്ങന്നൂരിലേക്ക്. അതായത് 4 o'clock കൊല്ലെത്തി. കൊല്ലത്ത് നിന്ന് ചെങ്ങന്നൂരിലേക്ക് 5 o'clock. ഓക്കെ, താങ്ക് യു. Wish you all the best.